ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു JMJ. കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളും നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സിനിമകളും ഒക്കെ ഉണ്ട്. എന്തായാലും നേരെ അപ്ഡേറ്റിലേക്ക് പോകും. അതിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു ഒരു അഡാർ ലവ്, നമ്മുടെ ഒരു അമർ ലവ്, ഈ ഒമർ ലവ്. ഈ സിനിമ വന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഓളം സൃഷ്ടിച്ചിട്ടുള്ള മറ്റേ കണ്ണടക്കുന്ന സാധനമൊക്കെ ഭയങ്കരമായിട്ട് കത്തിക്കേറുകയും അതിലെ പാട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള പ്രിയ വാര്യർ എന്ന് പറയുന്ന നായിക, അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടുകയും എന്നാൽ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും മേലെ കൊണ്ടുപോയി താഴത്തേക്ക് പുതും എന്ന് പറഞ്ഞിട്ട് ഇടുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിനുശേഷം ആ കുട്ടി ശരിക്കും ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. പാവായിരുന്നു, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾക്കൊക്കെ ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നാണ് പറയണത്. ഒരു അഡാർ അമർ ലവ്, ഒരു അഡാർ ലവ്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ കമന്റ് എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, വേറെ കാര്യം. പക്ഷെ ഒരുപാട് ആളുകൾ കമന്റിൽ വന്നിട്ട് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ബട്ട് ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഇത്, ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, ഇതിന് കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട്. സോ അത്രയധികം ആളുകൾ ഇഷ്ടത്തോടെ കാണുന്നുണ്ട് ഈ സിനിമ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? നിങ്ങൾക്ക് ഇതുപോലെ ഫേവറേറ്റ് ആയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ്, സൂര്യയുടെ അടുത്ത പടത്തിൽ കീർത്തി സുരേഷ് നായികയാകും എന്നാണ് കേൾക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രധാന റോള് മമിത ബൈജു ചെയ്യുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഡയറക്റ്റഡ് ബൈ വെങ്കി അറ്റ്ലൂരി. ഫിൽമിംഗ് സ്റ്റാർട്ട്സ് ഫ്രം മെയ് 15 മുതൽ ഇതിന്റെ ഷൂട്ട് തുടങ്ങും. കീർത്തി സുരേഷ് എക്സ്പെക്ടഡ് ടു ഡു ദ ഫീമെയിൽ ലീഡ് ആൻഡ് മമിത ബൈജു ടു ഡു എ പിവറ്റൽ റോൾ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ കീർത്തി സുരേഷിനേക്കാൾ നല്ല ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അതും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ആരായിരിക്കും അതിൽ നായിക വരികയാണെങ്കിൽ നല്ലത്? പക്ഷെ കീർത്തി സുരേഷ് ആദ്യം മുതലേ പറഞ്ഞു കേട്ടത് പേരാണ്. ഇപ്പോഴും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്നത്. അടുത്തത് മഹാഭാരതം എന്ന് പറയുന്ന സിനിമ. ഈ അടുത്ത് നമ്മുടെ അമീർ ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബാനറിൽ വരുന്ന പ്രൊഡക്ഷൻ കമ്പനി ആ സിനിമ ചെയ്യുന്നു. പുള്ളി ഈ വർഷം തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. 3 പാർട്ടായിട്ടായിരിക്കും സിനിമ വരിക എന്നുള്ളതും, അതുപോലെ ലോർഡ് ഓഫ് ദി റിങ്സ് പോലെയാണ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കെയിലിൽ ഒക്കെയാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആര് ഡയറക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ SS രാജമൗലി. അതിനപ്പുറത്തേക്ക് ഒരു പേര് വേറെ ആരും അധികം പറഞ്ഞു കേട്ടിട്ടില്ല. വേറൊരു പേര് ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. ഒരു പക്ഷെ ഇനിയിപ്പോ നാഗശ്വിനൊക്കെ ആയിരിക്കും പറഞ്ഞു കേൾക്കാൻ വേറുള്ളത്, കാരണം കൽക്കിയൊക്കെ കണ്ടതുകൊണ്ട്. എന്തായാലും SS രാജമൗലിയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സംവിധായകൻ. ആൻഡ് SS രാജമൗലിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു മഹാഭാരതം ചെയ്യാന്നുള്ളത്. പുള്ളി ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരുന്ന ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നാനി വിൽ ബി പാർട്ട് ഓഫ് മൈ ഫിലിം ബേസ്ഡ് ഓൺ മഹാഭാരത എന്ന് പറഞ്ഞിരിക്കുകയാണ് SS രാജമൗലി. അത് നാനി എന്തായാലും അതിൻ്റെ ഒരു പാർട്ടായിരിക്കുന്നുള്ളത്. അതിന്റെ താഴെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമന്റുകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നതും അദ്ദേഹം ഏറ്റവും ആപ്റ്റ് ആവുന്നത് അർജുന എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാനായിരിക്കും. അർജുൻ എന്ന് പറഞ്ഞാൽ അർജുൻ. ഓക്കെ, അപ്പോൾ ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നാനിയാണ് രീതിയിലാണ് കേൾക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരാൾ വളരെ റയറായിട്ട് ശകുനി പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല. സഹദേവ കുറെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബട്ട് എനിക്കും പേഴ്സണലി തോന്നുന്നത് അർജുന്റെ കഥാപാത്രം, അർജുൻ എന്ന് പറയുന്ന അർജുനൻ, ആ ഒരു കഥാപാത്രം ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നത് നാനിക്ക് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ്, നമ്മുടെ സുധാ കൊങ്കരയുടെ പടം 2-3 പടങ്ങൾ കേട്ടിരുന്നു. അതിൽ വലിയ ഒരു സ്കെയിലിൽ വരുന്ന സിനിമയാണ്. ഹോംപാലെ ഫിലിംസുമായിട്ട് ടൈപ്പിൽ വരുന്ന ആ ഒരു സിനിമ സുധാ കൊങ്കര STR മൂവി. ദ മച്ച് അവൈറ്റഡ് സുധാ കൊങ്കര സിലംബരസൻ മൂവി ഈസ് ഹാപ്പനിങ് സൂൺ. പ്രൊഡ്യൂസ്ഡ് ബൈ ഹോംപാലെ ഫിലിം and announced earlier. It's based on the novel വേട്ടൈ നായ്കൾ written by നരൻ എന്നാണ് പറയുന്നത്. വേട്ടൈ നായ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനെ ബേസ് ചെയ്താണ് സിനിമ വരുന്നത്. വലിയ സ്കെയിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ആദ്യ റൂമർ കേട്ടിരുന്നു. എന്തായാലും ആ സിനിമ സംഭവിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, സംഭവിക്കാൻ പോവുകയാണ്. അടുത്തത് ജയിലർ 2. SJ സൂര്യ വില്ലനായിട്ട് വരുന്നു പറഞ്ഞിരുന്നു. ഈ അടുത്തിപ്പോ വന്നത്, അത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് വന്നത്, അതിലൊരു ഫഫ ഒരു പ്രധാനപ്പെട്ട റോളിൽ വരും എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂട് ഇതിലെ ഒരു പ്രധാന റോളിൽ വരുന്നു എന്നുള്ളതാണ്. സുരാജ് വെഞ്ഞാറമൂട് ഓൺ ബോർഡ് ഫോർ സൂപ്പർ സ്റ്റാർ രജനികാന്ത് ജയിലർ 2 എന്ന രീതിയിലാണ് ഇപ്പൊ കേൾക്കുന്ന വാർത്തകൾ. അടുത്തത് നമുക്ക് പറയാനുള്ളത് തുടരും സിനിമയെ കുറിച്ച് പറയേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലവ്ഡ് ബൈ ക്രിട്ടിക്സ്
അഡോർഡ് ബൈ ഓഡിയൻസസ്, ഡോമിനേറ്റിംഗ് ദ ബോക്സ് ഓഫീസ് തുടരും. അതായത് റേറ്റിംഗ് ആണ് കേട്ടോ. ലെറ്റർ ബോക്സ് അതിൽ വന്നിട്ടുള്ളത് 4/5, 5/4 റേറ്റ്. ബുക്ക് മൈ ഷോയിൽ 9.5/10, IMDBയിൽ 8.5/10. ഞാൻ പേഴ്സണലി 9.5 ആണ് കൊടുത്തിരുന്നത്. ഈ IMDB റേറ്റിംഗ് പോരാ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം 9 വരണം, അതിനുള്ള സാധനമുണ്ട്. 8.5 ഒന്നും പോരാ. അതിൽ പടം ഉണ്ടത്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. ടിക്കറ്റ് കിട്ടാൻ പാടാണ്. ശനിയാഴ്ചക്ക് കാത്തിരുന്ന പണിയാണ്. അതിന് മുമ്പ് തന്നെ പോയാൽ ഒരു പക്ഷേ ടിക്കറ്റ് കിട്ടിയേക്കാം. ഇനി പറയാനുള്ളത് അൺസ്റ്റോപ്പബിൾ അറ്റ് ദ ബോക്സ് ഓഫീസ്. 3 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 69 കോടിയാണ്. ചെറിയ പടം. 69 കോടി വേൾഡ് വൈഡ് ഗ്രോസ്. എൻ്റെ അമ്മ, ഇൻ 3 days. ഭയങ്കരം തന്നെ. ഇനി റെട്രോനെ കുറിച്ച് പറയാം. കാരണം മെയ് 1 റിലീസ് ആവുന്ന സിനിമയാണ്. ഇന്ന് 29 ഓൾറെഡി ആയി. ടിക്കറ്റ് ഒക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. FTFS കണ്ടാൽ മതി. സോ ഈ സിനിമേന്റെ ട്രിവാൻഡ്രത്ത് നടന്നില്ല. ട്രിവാൻഡ്രത്ത് തന്നെയാണ് അല്ലെ, വലിയൊരു ഫംഗ്ഷൻ നടന്നിരുന്നല്ലോ. ഒരു എന്താ പറയാ, ഫാൻ മീറ്റ് അല്ലല്ലോ എന്ന് പറയാം, പ്രസ് മീറ്റ്, ഓക്കെ അങ്ങനെ പറയാം. ഓഡിയോ ലോഞ്ച് പോലത്തെ പരിപാടി. അതില് നമ്മുടെ ജയറാമേട്ടൻ പറഞ്ഞത് ഉറപ്പായിട്ടും ചരിത്രമാകാൻ പോകുന്ന സിനിമ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ചരിത്രമാകാൻ പോകുന്ന സിനിമ. നമുക്ക് നോക്കാം ആ വീഡിയോ, ചെറിയൊരു ക്ലിപ്പ് നോക്കാം. വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും 100% അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നത് വളരെ 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 സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം, പറഞ്ഞു കേട്ടതിൽ വളരെ 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 സന്തോഷം. അപ്പോൾ ഇതാണ് ചരിത്ര സിനിമയാകാൻ എല്ലാ സാധ്യതയുള്ള സിനിമ എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. 100% ഉറപ്പുള്ള സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം നില വെച്ചിട്ടില്ല. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആ സിനിമയിലും വലിയ പ്രതീക്ഷയാണ്. ആൻഡ് 3 more days to go എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു പോസ്റ്റർ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അവിടെ ശ്രീ ബുദ്ധന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൂജ ഹെഗ്ഡെ ആൻഡ് സൂര്യ ശിവകുമാർ. സൂര്യ റെട്രോ. ജസ്റ്റ് ഇത്ര ദിവസം കൂടെ ഉള്ളൂ. കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വൻ കാത്തിരിപ്പാണ്. കാരണം തുടരും പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മുകളിൽ വന്നു. ആൻഡ് റെട്രോയിലും പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സിനിമയായിട്ട് കിട്ടട്ടെ, നല്ല റിവ്യൂ പറയാൻ പറ്റട്ടെ എന്നൊക്കെയാണ് ആഗ്രഹം. സത്യം പറയല്ലോ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ജോജി ജോർജ് അടക്കമുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ത്രില്ലാവും. ബട്ട് അതുകൊണ്ട് വലിയ പ്രതീക്ഷ വെച്ച് പോകേണ്ട. കാരണം ഒരുപാട് സിനിമകൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ സിനിമയാകുമ്പോൾ എന്തോ നമുക്കൊരു ധൈര്യം വെക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റും. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് കുഴി ചാടിച്ചിട്ടുള്ള സിരുത്തയും ശിവ അവിടെ ഉള്ളതുകൊണ്ട് നമുക്കത് അങ്ങോട്ട് ഇതാൻ പറ്റില്ല. അത് കണ്ടന്നെ അറിയാം എന്നുള്ളൊരു അവസ്ഥയാണ്. ആൻഡ് പൂജ ഹെഗ്ഡെനെ കാണുമ്പോഴൊക്കെ അണ്ണനെ ചതിക്കോ എന്നൊരു ടെൻഷൻ ഉണ്ട്. കാരണം സംസാരിക്കാൻ പറ്റാത്ത കഥാപാത്രമാണ്. പക്ഷെ ഒരു സീനിൽ ട്രെയിലറിൽ സംസാരിക്കുന്നുമുണ്ട്. അവള് ചതിക്കും.